ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലുജൂസറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു സിമ്പിളായിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. നമ്മൾ പഴുത്ത മാംഗോ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മാംഗോ കൊണ്ടുള്ള ഐറ്റംസ്. ജ്യൂസ് ആണെങ്കിലും ഷെയ്ക്ക് ആണെങ്കിലും ഇനി മാംഗോയുടെ ഡെസേർട്ട് ആണെങ്കിലും മാംഗോ ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കാൻ പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ വളരെയധികം ടേസ്റ്റാണ്. എന്നാൽ ഇന്ന് മാംഗോയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡെസേർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാംഗോ വിത്ത് ഓറിയോ മൽബ. ഓറിയോ ബിസ്ക്കറ്റ് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഓറിയോ. ഓറിയോയുടെ ഷെയ്ക്കിന്റെ റെസിപ്പിയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-28,000 ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് മാംഗോയുടെ കൂടെ ഓറിയോ കോംബോ ആയിട്ടുള്ള ഒരു മൽബയാണ്. മൽബ നിങ്ങൾ ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ നല്ല കടയിൽ കിട്ടുന്നത് പോലെയുള്ള മൽബ അടിക്കാനും നോക്കാം. മാംഗോ വിത്ത് ഓറിയോ മൽബ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പൊ നമ്മളെ ഓറിയോ വിത്ത് മാംഗോ മൽബ അടിക്കാൻ വേണ്ടിയിട്ട്, ഈ മൽബ എന്നുള്ളൊരു അറേബ്യൻ ഡിഷാണ് കേട്ടോ. ഈ അടുത്ത കാലത്തെ നമ്മൾ കേരളക്കരയിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മാംഗോയുടെ ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാംഗോ എടുത്തിട്ടുണ്ട്. ഏകദേശം 4 മൽബയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മാംഗോ തൊലി കളഞ്ഞ് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് ഷുഗർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് വേണ്ട, ഒരു മീഡിയം സൈസിൽ. ഇനി അതിലേക്ക് ഐസ്പാല്, കട്ടപ്പാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു പാക്ക് കട്ടപ്പാൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസ്, 2 ഗ്ലാസ് തികയൂല. ആ ഒരു ലെവലിലാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൽബ ഉണ്ടാക്കി എടുക്കുകയാണ്. അതിന് അമുലിൻ്റെ മിൽക്ക് മേഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഗ്ലാസിൻ്റെ അടിയിൽ ഫസ്റ്റായിട്ട് നമുക്കൊരു ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുണ്ട് എന്നുണ്ടെങ്കിൽ ആ മൽബയുടെ തനത് രൂപത്തിലും തനത് രുചിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് അല്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന ക്വാണ്ടിറ്റി പോലെ അല്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ്. ആരില്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജ്യൂസ് അടിക്കാനാണ് എന്നുണ്ടെങ്കിലും മൽബ അടിക്കാനാണ് എന്നുണ്ടെങ്കിലും ആരില്ലാത്ത മാങ്ങ എടുക്കുക. അതാവുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. നമുക്ക് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിൽ പീസുകളാക്കിയിട്ട് എടുക്കാൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇത് പീസുകളാക്കിയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ പീസുകളാക്കി എടുത്തിട്ടുള്ള മാംഗോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 4 ഗ്ലാസ്സിലേക്ക് അല്പായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. വാനില ഐസ്ക്രീം ആണ് ബെറ്റർ. സ്ട്രോബെറി ആണ് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. വാനില ഐസ്ക്രീമാണ് മൽബയിലേക്ക് ബെറ്റർ. പക്ഷേ എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 10 രൂപയുടെ പാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 മൽബയിലേക്ക് വെറും ഒരു 10 രൂപയുടെ പാക്കറ്റിലുള്ള ബിസ്ക്കറ്റ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലാവരുത്. വെറും ഓറിയോയുടെ ടേസ്റ്റ് മാത്രമായിട്ട് നമ്മൾ മൽബ മാറും. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ മാംഗോയുടെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐസ്ക്രീം, ഒരു 1.5 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഐസ്ക്രീമിൻ്റെ മുകളിലും നമുക്ക് മാംഗോയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ചുറുക്കിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് യഥാർത്ഥ ഒരു ടേസ്റ്റ് മൽബയുടേത് കിട്ടുകയുമുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് മേഡ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിയിലും മുകളിലും മിൽക്ക് മേഡും മാംഗോയുടെ കട്ട് പീസൊക്കെ ആകുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ മുകളിൽ തേനുണ്ട് എന്നുണ്ടെങ്കിൽ തേനും ഒഴിച്ചു കൊടുക്കാം. തേന് ഇതിലേക്ക് മൽബയിലേക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ.
അപ്പൊ നമ്മളെ മൊഞ്ചായിട്ടുള്ള മാംഗോ മൽബ ഇവിടെ റെഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു സിമ്പിൾ അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ. ഗുഡ് ബൈ.